ബൽറാം നെടുങ്ങാടി പഹൽഗാമിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ബൽറാം, വളരെ നിർണായകമായ ചെയ്ത തീരുമാനങ്ങൾ ഇന്ത്യ എടുത്തിരിക്കുന്നു. ശരിക്കും ഒരുപക്ഷെ നാളെ പാകിസ്ഥാൻ ഏറ്റവും ശ്വാസം മുട്ടിക്കുന്ന ചില തീരുമാനങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുന്നു. നയതന്ത്ര ബന്ധം ഏതാണ്ട് വിച്ഛേദിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം 55-ൽ നിന്ന് 30-ലേക്ക് വെട്ടിച്ചുരുക്കുമ്പോൾ തന്നെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിൻ്റെ സൂചനയാണ്. പാകിസ്ഥാൻ ഒളിഞ്ഞിരുന്നു കൊണ്ട് ഒളിപ്പോർ യുദ്ധം നടത്തുകയും തീവ്രവാദികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാൻ്റെ പതിവ് നയതന്ത്ര രീതി ഇനി ഇവിടെ ഇന്ത്യയിൽ ചിലപ്പോകില്ല എന്ന രീതിയിൽ അസന്നിഗ്ധമായി വിദേശകാര്യ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? എസ് കെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്നതിന് ഇന്ത്യ പരസ്യമായി തന്നെ അതിന് പ്രതിരോധം തീർത്തിരിക്കുന്നു. നയതന്ത്ര മേഖലയിൽ ഒരു പ്രതിരോധം തന്നെ തീർത്തിരിക്കുകയാണ് ഈ നടപടികളിലൂടെ ഇന്ത്യ എന്നുള്ളത്. ഏറ്റവും പ്രധാനം, നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം 55-ൽ നിന്നും 30-ആയി കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് പാകിസ്ഥാൻ തന്നെ ആണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ചികിത്സയ്ക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി പാക് പൗരന്മാർ ഇന്ത്യയെ ആശ്രയിക്കാറുണ്ട്. അത്തരം നടപടികൾ അതിന് വലിയ തടസ്സം തന്നെ ഇത് സൃഷ്ടിക്കുന്നു. ഒപ്പം തന്നെയാണ് പാക് പൗരന്മാർക്കുള്ള വിസ റദ്ദാക്കാനുള്ള തീരുമാനവും ഇത് ബാധിക്കുന്നുണ്ട്. കൂടാതെയാണ് അട്ടാരി ചെക്ക് പോസ്റ്റ് വഴി പാകിസ്ഥാനിൽ പോയ ഇന്ത്യക്കാർ മെയ് 1-നകം മടങ്ങിയെത്തണം എന്ന് ഇന്ത്യ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ചെക്ക് പോസ്റ്റ് വഴി പോയ ഇന്ത്യക്കാരോട്. ഇതോടൊപ്പമാണ് മറ്റ് കനത്ത നടപടികൾ ഉണ്ടായിരിക്കുന്നത്. പാക് ഹൈക്കമ്മീഷനിൽ നിന്നുള്ള പ്രതിരോധ വ്യോമ നാവിക അറ്റാഷെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇന്ത്യ വിടണം എന്നുള്ളതാണ് ഇന്ത്യ നൽകിയിരിക്കുന്ന നിർദ്ദേശം. പാകിസ്ഥാൻ മിഷനിൽ നിന്നുള്ള ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ 25 പേരെ പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ നയതന്ത്ര ബന്ധം, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പരിമിതപ്പെടുത്താനുള്ള തീരുമാനം ഉണ്ട്. ഇന്ത്യയിലേക്ക് പാകിസ്ഥാനിൽ നിന്നുള്ളവർക്ക് വിസ ഇല്ല. അത്തരത്തിൽ വിസ ലഭിച്ചവർ 48 മണിക്കൂറിനകം ഇന്ത്യ വിടാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള കടുത്ത നടപടിയാണ് ഈ ഒരു ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അതിലെ പാകിസ്ഥാന്റെ ബന്ധം സ്ഥിരീകരിച്ച ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അട്ടാരി പോസ്റ്റ് അടയ്ക്കാനുള്ള തീരുമാനം അത് പാകിസ്ഥാനിലെ സാധാരണക്കാരെ പോലും വലിയ തോതിൽ ബാധിക്കുന്നതാണ്. ഇന്ത്യയിൽ നിന്നുള്ള പച്ചക്കറി അടക്കമുള്ള ഉൽപ്പന്നങ്ങളെയാണ് പാകിസ്ഥാൻ ആശ്രയിക്കുന്നത്. പ്രധാനമായും അട്ടാരി ചെക്ക് പോസ്റ്റ് വഴിയാണ് ഇവ പാകിസ്ഥാനിലേക്ക് എത്തുന്നത്. ആ ചെക്ക് പോസ്റ്റാണ് അടയ്ക്കാനുള്ള ഒരു തീരുമാനം വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഭീകരാക്രമണത്തിലുള്ള പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമായ ഒരു പശ്ചാത്തലത്തിൽ. കൂടാതെ സിന്ധു നദീജല കരാറിൽ നിന്നും പിന്മാറും എന്ന പ്രഖ്യാപനവും ഇന്ത്യ നടത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ പ്രധാനമായ 5 നടപടികളിലേക്ക് ഇന്ത്യ കടന്നിരിക്കുന്നു. പാകിസ്ഥാനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്നതാണ് ഈ നടപടികൾ. ഇതിന് പാകിസ്ഥാന്റെ മറുപടി എന്താകും എന്നുള്ളത് അറിയേണ്ടതുണ്ട്. കാരണം ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദികൾക്ക് ഇതിൽ പങ്കുണ്ട് എന്ന വിവരം പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ അത് പ്രതിരോധിച്ചുകൊണ്ട് പാകിസ്ഥാൻ രംഗത്തെത്തിയിരുന്നു. പകരം ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമാണ് ഇതിന് കാരണം എന്ന വിശദീകരണമാണ് പാകിസ്ഥാൻ നടത്തിയത്. അതിന് തക്കതായ മറുപടിയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. SKN